നമ്മിലേക്ക് തിരിച്ചു വരുന്ന പ്രതിധ്വനി. ആവർത്തനം 30-15-20 വരെ. ധ്യാനത്തിനായിട്ട് 19 വാക്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിനെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിവെക്കുന്നു. ലൂയി ബി മേയർ എന്ന എഴുത്തുകാരൻ തൻ്റെ ജീവിത നൗക ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രമാണത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. തൻ്റെ ബാല്യകാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂളിൽ വെച്ച് കുട്ടികൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി. വഴക്കിൽ തോൽക്കുന്നവർ പകയും വെറുപ്പും ഉള്ളിൽ വെച്ച് പുലർത്തുകയും എതിരാളിയെ ശപിക്കുകയും ചെയ്യുക സാധാരണമാണല്ലോ. ലൂയി അന്ന് വീട്ടിൽ വന്നത് ശരീരത്തിനും മനസ്സിനും പറ്റിയ മുറിവുകളോടുകൂടിയായിരുന്നു. പിന്നെ നിന്നെ കണ്ടോളാം, നിനക്ക് ഗുണം പിടിക്കാതെ പോകട്ടെ എന്നിങ്ങനെയുള്ള ഭീഷണിയും ശാപവർഷവും ആരോടുമില്ലാതെ ചൊരിഞ്ഞുകൊണ്ടാണ് അവൻ വീട്ടിൽ വന്നത്. ലൂയിയുടെ അമ്മ അത് കേട്ടെന്ന് ഭാവിച്ചില്ല. അതേപ്പറ്റി യാതൊന്നും ലൂയിയോട് ചോദിച്ചതുമില്ല. പിറ്റേ ദിവസം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ലൂയി ഒരു വിനോദയാത്രയ്ക്ക് പോയി. ചുറ്റും പർവ്വത നിരകൾ ഉയർന്നു നിൽക്കുന്ന ഒരു താഴ്വരയിൽ അവർ എത്തി. ലൂയിയുടെ അമ്മ അവനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഇങ്ങനെ പറഞ്ഞു: ഇന്നലെ നീ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയൂ. താൻ എന്താണ് ഇന്നലെ പറഞ്ഞതെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഒടുവിൽ ലൂയി അക്കാര്യവും ഓർമ്മിച്ചു. ലൂയിയുടെ അമ്മ സ്നേഹപൂർവ്വം അവൻ്റെ തോളിൽ തലോടിക്കൊണ്ട് അതൊന്ന് ആവർത്തിക്കും മകനെ എന്ന് വീണ്ടും പറഞ്ഞു. അവൻ ആ വാക്കുകൾ ആവർത്തിച്ചു. നിനക്ക് ഗുണം പിടിക്കാതെ പോകട്ടെ, കുറേ കൂടി ഉച്ചത്തിൽ പറയൂ, അമ്മ വീണ്ടും ആവശ്യപ്പെട്ടു. അവൻ അത്യുച്ചത്തിൽ ആ വാക്കുകൾ ആവർത്തിച്ചു. പർവ്വതനിരയിൽ ചെന്ന് തട്ടിയ ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ലൂയിയുടെ കാതുകളിൽ ഇടിവെട്ടുന്നതുപോലെ വന്നു തട്ടി. ആകട്ടെ, ഇനിയും നിനക്ക് നന്മ വരട്ടെ എന്ന് ഉച്ചത്തിൽ ഒന്ന് പറയൂ, അമ്മ പിന്നെയും ലൂയിയോട് പറഞ്ഞു. ലൂയി ആ വാക്കുകളും ഉച്ചത്തിൽ പറഞ്ഞു. അതിൻ്റെ പ്രതിധ്വനിയും അവൻ്റെ കാതുകളിൽ വന്നു തട്ടി. അത് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം പോലെ അവന് തോന്നി. മകനെ, നീ കേട്ട വാക്കുകളിൽ ഏതാണ് നീ ഇഷ്ടപ്പെടുന്നത്? ഏതു വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ശാപമോ അനുഗ്രഹമോ ഏതാണ് നിനക്ക് വേണ്ടത്? നീ ഇപ്പോൾ കേട്ടതുപോലെ ജീവിതത്തിൻ്റെ നേരെ നീ എന്തു പറയുന്നുവോ അതിൻ്റെ പ്രതിധ്വനി നിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും, അമ്മ അവനോട് ശാന്തമായി പറഞ്ഞു. ലൂയിയുടെ പിൽക്കാല ജീവിതത്തെ യഥാപഥം നയിക്കുന്നതിന് തൻ്റെ മാതാവിൻ്റെ ഈ ദൃഷ്ടാന്ത പാഠം പര്യാപ്തമായി. ഒരിക്കൽ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണു. കഠിനമായ പരിക്കുപറ്റി ആസന്ന മരണനായി തീർന്ന ആ സമയത്ത് കുതിരക്കാരൻ ആ കുതിരയ്ക്ക് ഇടേണ്ടതായ കടിഞ്ഞാൺ ഇടാത്തതുകൊണ്ടായിരുന്നു ആ അപകടം ഉണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ആരെയും ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. ദുസ്സഹമായ വേദന സഹിച്ചുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ലൂയി ഓർത്തു. നീ ജീവിക്കുന്നിടത്തോളം കാലം നീ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അത് നിനക്ക് കിട്ടും. അദ്ദേഹം ആ വാക്കുകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ഇങ്ങനെ സ്വയം പറഞ്ഞു: എനിക്ക് മരിക്കുവാൻ ഭയമില്ല, പക്ഷേ എനിക്ക് ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. ആ വാക്കുകളുടെ പ്രതിധ്വനി വളരെ വ്യക്തമായി അദ്ദേഹം കേട്ടു. ജീവിക്കുക എന്ന ആ പ്രതിധ്വനി വീണ്ടും ജീവിക്കാനുള്ള ശക്തിയും ആരോഗ്യവും വീണ്ടെടുക്കാൻ പര്യാപ്തമായി തീർന്നു. ജീവിക്കുവാനുള്ള ഇച്ഛയുടെയും നിശ്ചയത്തിൻ്റെയും പ്രതിധ്വനി വീണ്ടും ജീവിക്കുവാൻ വേണ്ട ശക്തി ലൂയിക്ക് നൽകി എന്ന് ഡോക്ടർമാർ പോലും ബോധ്യമായി. നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് വിദ്വേഷവും പ്രതികാരമോഹവും അധമചിന്തയുമാണെങ്കിൽ അവയുടെ പ്രതിധ്വനിയെ നമ്മിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളത് മറക്കരുത്. നേരെമറിച്ച് സ്നേഹവും ദയയും ക്ഷമയുമാണെങ്കിൽ നമ്മിലേക്ക് തിരിച്ചു വരുന്നതും അവ തന്നെയായിരിക്കും. ജീവിതത്തെ നിഷേധാത്മകമായും ശുഭപ്രതീക്ഷ കൂടാതെയും വീക്ഷിക്കുകയും ആ വീക്ഷണത്തിൽ കൂടി എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളിലേക്ക് ജീവിതത്തിൻ്റെ നിഷേധാത്മകമായ ഫലം അഥവാ പ്രതിധ്വനി മാത്രമേ തിരിച്ചു വരികയുള്ളൂ. നമ്മുടെ വാക്കുകളുടെയും മനോഭാവത്തിൻ്റെയും പ്രതിധ്വനിയാണ് ജീവിതത്തിൽ അനുഭവമായി തീരുന്നത്. ഓർക്കണമേ, ഒരുവൻ്റെ യഥാർത്ഥ മഹത്വം ഹൃദയ ലാളിത്യത്തിലാണ്. 37 സങ്കീർത്തനം 8 വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവായികയേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.